ഗോഡ്സെയെ പ്രകീർത്തിച്ച കേസിൽ NIT അധ്യാപികയുടെ ചോദ്യം ചെയ്യൽ പൂർത്തിയായിരിക്കുന്നു. 13-ന് സ്റ്റേഷനിൽ ഹാജരാകാൻ ഷൈജ ആണ്ടവന് നിർദ്ദേശം നൽകിയിരിക്കുകയാണ്. കൂടുതൽ വിശദാംശങ്ങൾ നൽകാൻ കോഴിക്കോട് നിന്നും റിയാസ് KMR ചേരുന്നുണ്ട്. റിയാസ്, ഷൈജ ആണ്ടവന്റെ വീട്ടിലെത്തിയാണ് അന്വേഷണ സംഘം അധ്യാപികയെ ചോദ്യം ചെയ്തത്. അതിനുശേഷം പോലീസിന്റെ പ്രതികരണം എന്തായിരുന്നു? ശ്രുതി, ഷൈജ ആണ്ടവന്റെ ചാത്തമംഗലത്തുള്ള താമസ സ്ഥലത്ത് എത്തിയാണ് കുന്ദമംഗലം പോലീസ് അവരെ ചോദ്യം ചെയ്തത്. പ്രധാനമായും ഈ ഗാന്ധി ഘാതകനായ ഗോഡ്സെയെ പ്രകീർത്തിച്ചതിനെ കുറിച്ചുള്ള ആ ഫേസ്ബുക്ക് പോസ്റ്റിനെ കുറിച്ചും അതിനാനുള്ള സാഹചര്യത്തെ കുറിച്ചും ഒക്കെയാണ് പോലീസ് ചോദിച്ചറിഞ്ഞത്. കുന്നമംഗലം പോലീസ് ഇൻസ്പെക്ടർ S. ശ്രീകുമാറാണ് ഇത് സംബന്ധിച്ച ഒരു ചോദ്യം അവരോട് ഉന്നയിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായത്, ചോദ്യങ്ങൾ ചോദിച്ചത്. പിന്നീട് ഇതൊരു അന്വേഷണത്തിന്റെ പ്രാഥമിക ഘട്ടമാണെന്നാണ് പോലീസ് വ്യക്തമാക്കുന്നത്. ഇതിന്റെ തുടർ നടപടികളെല്ലാം തന്നെ ഇനിയും ഉണ്ടാകുമെന്ന് വ്യക്തമാക്കുന്നു. ഒപ്പം തന്നെ 13-ന് അവരോട് നേരിട്ട് പോലീസിന് മുൻപാകെ ഹാജരാകാനും ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഈ സംഭവം ഗാന്ധി രക്തസാക്ഷി ദിനത്തിലാണ് നടക്കുന്നത്. ഇവരുടെ കമന്റ് ഉണ്ടാകുന്നത് ഗാന്ധി രക്തസാക്ഷിത്വ ദിനത്തിലാണ്. ഗോഡ്സെയെ പ്രകീർത്തിച്ചുള്ള ഫേസ്ബുക്ക് കമന്റ് ഉണ്ടാകുന്നത്. അതിനുശേഷം ഇവർ അവധിയിൽ പോവുകയായിരുന്നു. പിന്നീട് ഈ ഒരു വിഷയത്തിൽ അവർ NIT അധ്യാപികയാണ്, ഒരു കേന്ദ്ര സർക്കാർ സ്ഥാപനത്തിലെ ജീവനക്കാരിയൊക്കെയാണ്. അങ്ങനെയുള്ള ഒരാൾ ഇത്തരത്തിലുള്ള ഒരു ദേശവിരുദ്ധമായ തരത്തിലുള്ള ഒരു കമന്റ് പോസ്റ്റ് ചെയ്തതിനെതിരെ വലിയ തോതിലുള്ള പ്രതിഷേധമാണ് വിദ്യാർത്ഥി സംഘടനകളിൽ നിന്ന് ഉൾപ്പെടെ ഉയർന്നത്. മാത്രമല്ല SFI കുന്നമംഗലം ഏരിയ കമ്മിറ്റി നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിലാണ് കുന്നമംഗലം പോലീസ് IPC 153 വകുപ്പ് പ്രകാരം കലാപാഹ്വാനത്തിന് ഷൈജയ്ക്കെതിരെ കേസെടുക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. അതിനുശേഷം ഈ കേസുമായി ബന്ധപ്പെട്ട് ഷൈജയെ ഇന്നാണ് പോലീസ് ചോദ്യം ചെയ്യുന്നത്. ശ്രുതി, വ്യക്തമാണ്. ഗോഡ്സെയെ പ്രകീർത്തിച്ച കേസിലാണ് NIT അധ്യാപികയെ ചോദ്യം ചെയ്തത്. 13-ന് സ്റ്റേഷനിൽ ഹാജരാകാനാണ് ഷൈജ ആണ്ടവന് നിർദ്ദേശം നൽകിയിരിക്കുന്നത്. ഇത് പ്രാഥമിക ഘട്ടം മാത്രമാണെന്നും തുടർ നടപടികളും ചോദ്യം ചെയ്യലും ഒക്കെ ഉണ്ടാകുമെന്നാണ് പോലീസിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായിരിക്കുന്നത്. വിവരങ്ങളാണ് കോഴിക്കോട് നിന്നും റിയാസ് KMR നൽകിയത്.